ശ്രീകൃഷ്ണൻ നമ്മൾ എല്ലായ്പ്പോഴും നൃപസൃഷ്ടാവായിട്ടാണ് അറിയപ്പെടുന്നത്, പക്ഷേ ഒരിക്കലും രാജാവായിട്ടല്ല. നിർഭാഗ്യവശാൽ ഇതിന് കാരണം കുരുവംശത്തിന്റെയും യാദവ വംശത്തിന്റെയും ആരംഭം മുതൽ പിന്നോട്ടു പോകുന്ന ഒരു ശാപമാണ്. നമുക്ക് കഥയിലേക്ക് കിടക്കാം. ശർമ്മിഷ്ഠ അസുരവംശത്തിലെ രാജകുമാരിയായിരുന്നു. ദേവയാനി അസുരവംശത്തിലെ പ്രധാന പുരോഹിതന്റെ മകളുമായിരുന്നു. ഒരു സംഭവത്തെ തുടർന്ന് ശർമ്മിഷ്ഠ ദേവയാനിയുടെ ദാസിയായി തീർന്നു. ദേവയാനിയുടെ ഭർത്താവായ യയാതി രാജാവ് ദാസിയുമായി അരുതാത്ത ബന്ധത്തിൽ ഏർപ്പെടാൻ തുടങ്ങി. ഇതറിഞ്ഞ ദേവയാനിയുടെ പിതാവ് ഉടൻ തന്നെ യയാതിയെ വാർദ്ധക്യം പ്രാപിക്കട്ടെ എന്ന് ശപിച്ചു. എന്നാൽ പിന്നീട് ശാപം മയപ്പെടുത്തി. ആരെങ്കിലും സന്മനസ്സോടെ ശാപം ഏറ്റെടുക്കാൻ സമ്മതിച്ചാൽ തനിക്കിതിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റുമെന്ന് പറഞ്ഞു. അതിനാൽ യയാതി തന്റെ മൂത്ത മകനും ദേവയാനിയുടെ മകനുമായ യദുവിനോട് തന്നിൽ നിന്ന് ശാപം ഏറ്റെടുക്കാൻ ആവശ്യപ്പെട്ടു. യദു അത് നിരസിച്ചുകൊണ്ട് പറഞ്ഞു, എന്തിനാണ് താൻ തന്റെ പിതാവിന്റെ ശാപം ഏറ്റെടുത്തുകൊണ്ട് ബലിയാടാകുന്നത്? എന്നാൽ ഏറ്റവും ഇളയവനും ശർമ്മിഷ്ഠയുടെ മകനുമായ പുരു തന്റെ പിതാവിന്റെ പേരിലുള്ള ശാപം ഏറ്റുവാങ്ങാൻ സമ്മതിച്ചു. വർഷങ്ങളോളം തന്റെ യൗവനം ആസ്വദിച്ച ശേഷം യയാതി തന്റെ മകന്റെ അടുത്തേക്ക് മടങ്ങുന്നു. ശാപം തിരികെ വാങ്ങി അവനും അവന്റെ പിൻഗാമികളും രാജാക്കന്മാരാകുമെന്ന് അനുഗ്രഹിക്കുന്നു. അതേസമയം തന്നെ താനും തന്റെ പിൻഗാമികളും ഒരിക്കലും രാജാക്കന്മാരാകില്ലെന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം യദുവിനെ ശപിച്ചു. പുരു കുരുവംശവും യദു യദുവംശവും സ്ഥാപിച്ചു. ഭഗവാൻ ശ്രീകൃഷ്ണൻ പിന്നീട് യാദവ കുലത്തിൽ ജനിച്ചു. അദ്ദേഹത്തിന് ഒരിക്കലും രാജാവാകാൻ കഴിയാത്തതിന്റെ കാരണം ഇതാണ്. കൂടുതൽ അറിവുള്ള വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.